അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം റാഹത്തനല്ലേ, സുഖല്ലേ? അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മൾ സഫർ മാസത്തിലേക്കൊക്കെ പ്രവേശിച്ചു. സഫറിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് കഴിഞ്ഞു, ആദ്യ വെള്ളിയാഴ്ച പകൽ കഴിഞ്ഞു. അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് സഫറിലെ മൂന്നാമത്തെ പകലിലാണല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. ചെയ്ത അമലുകളൊക്കെ പടച്ചോൻ സ്വീകരിക്കട്ടെ. വളരെ കുറവാണെങ്കിലും ചെയ്തത് ഒന്നാണെങ്കിലും അത് പടച്ചോൻ കബൂലാക്കട്ടെ. ചെയ്തു കൂട്ടിയ ഒരുപാട് ദോഷങ്ങളുണ്ട് ഇപ്പുറത്ത്. പടച്ചോൻ അതൊക്കെ പൊരുത്തപ്പെട്ട് തന്നിട്ട്, അതൊക്കെ മഗ്ഫിറത്ത് തന്നിട്ട്, അതിനൊക്കെ അഫൂവ് ചെയ്ത് തന്നിട്ട് ഓൻ്റെ ഉത്തമ അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു ഇസ്മ പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടതുപോലെ തന്നെ അപ്രതീക്ഷിത മാർഗത്തിലൂടെ നമ്മുടെ ജീവിതം പടച്ച റബ്ബ് ഉഷാറാക്കി തരും. നമ്മൾ ആഗ്രഹിച്ച പലതും ആഗ്രഹിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് പടച്ച റബ്ബ് നമുക്ക് കൊടുന്നുതരും. അത്രക്കും പവർഫുള്ളായിട്ടുള്ള, അത്രക്കും എഫക്റ്റീവായിട്ടുള്ള, അത്രത്തോളം റിസൾട്ട്ഫുള്ളായിട്ടുള്ള, ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു അത്ഭുത ഇസ്മ. മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ ചൊല്ലാൻ റെഡിയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഫലം തരാൻ പടച്ച റബ്ബ് തയ്യാറാണ്. യാതൊരു ഡൗട്ടും വേണ്ട. ഏതാ ഇസ്മ എന്നറിയോ? യാ വക്കീലു, യാ വക്കീലു, യാ വക്കീലു. അറിയാത്തവരുണ്ടാവില്ലല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ചവനെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പടച്ചവനോട് അങ്ങോട്ട് പറയുകയാണ്. അപ്രതീക്ഷിത മാർഗത്തിലൂടെ ക്ഷേമം നൽകാൻ പടച്ച റബ്ബ് തയ്യാറാണ്. മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും കഴിയുന്നവരെണ്ണം 24 മണിക്കൂറുണ്ട്. അതിൽ ഒരു സമയം നമ്മൾ മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും കഴിയുന്നവരെണ്ണം എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും പടച്ച റബ്ബ് നീക്കിത്തരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? മനസ്സറിഞ്ഞിട്ട് ചൊല്ലുക. എൻ്റെ കുട്ടീൻ്റെ നിക്കാഹുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകളെ കല്യാണമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കടങ്ങളുണ്ട്, ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് അറിയുന്നില്ല, ഞാൻ ആകെ ഡിപ്രസ്ഡാണ്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തിനിപ്പോൾ ഞാൻ കാട്ടുക, എനിക്ക് ഒരുപാട് ചിലവുകളുണ്ട്, അതൊക്കെ നടത്താൻ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ കടങ്ങൾ വീട്ടാൻ ഞാൻ എന്താ ചെയ്യുക, ഇതൊന്നും ആലോചിച്ച് പേടിക്കണ്ട. ആ സമയം മനസ്സറിഞ്ഞിട്ടൊന്ന് റിലാക്സായിട്ട് ഈ ഇസ്മൊക്കെ ഒന്ന് ചൊല്ലി വയ്ക്കും. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പടച്ച റബ്ബ് നമ്മളെ സഹായിക്കും. അത് പടച്ചു തന്ന വാക്കാണ് ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. യാ വക്കീലു, യാ വക്കീലു, യാ വക്കീലു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നിങ്ങളെ വിലയേറിയ ദുആകളിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.